ഹലോ ഗായ്സ്, ഇത് നമ്മളുടെ എടപ്പള്ളി പുണ്യാളൻ്റെ പള്ളിയാണ്. സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച്. കൊച്ചിയിലെ നമ്മളുടെ ലുലുവിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് നമ്മളുടെ എടപ്പള്ളി ഫൊറോന ചർച്ച്. ഇത് മെയ് 1 എടപ്പള്ളി പള്ളിയിൽ നടക്കുന്ന തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. ഏപ്രിൽ 25 കൊടിയേറ്റം കഴിഞ്ഞിട്ട് മെയ് 1 ഇവിടുത്തെ തിരുനാൾ ദിനം. അത് കഴിഞ്ഞ് വീണ്ടും 8 ദിവസത്തെ പെരുന്നാൾ, 8-ാം ഇടം വരെ അവിടെ നല്ല ആഘോഷമായ പെരുന്നാളാണ്. ഈ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ എടപ്പള്ളി പുണ്യാളൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ പള്ളിയിൽ വന്നു പോകാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് നമ്മളുടെ കോഴി നേർച്ച. അതായത് നമ്മളുടെ വീടുകളിലെ പൂവൻകോഴികളെ ഇവിടെ കൊണ്ടുവന്ന് നേർന്ന് പുണ്യാളൻ്റെ മണ്ണിൽ വെച്ച് ഭക്ഷിച്ചേക്കാമെന്നുള്ള ഒരു നേർച്ചയുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും വരുന്നവരുണ്ട്, കൂട്ടുകാരൊരുമിച്ച് വരുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ അതിനു വേണ്ടി വന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അതിന് വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് പേരെല്ലാവരും ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പേപ്പനും മേമയുമാണ് കോഴിനെ കൊന്ന് പപ്പ് പറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കാറുമോള് അതിൻ്റെ കൂട്ടത്തിലിരുന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ചൂടുണ്ട്. ഓൾറെഡി നമ്മൾ ചൂടിൽ മുക്കിയിട്ടാണല്ലോ ഇതിനെ പപ്പ് പറിക്കുന്നത്. അപ്പോൾ അവൾക്ക് ചൂടുള്ളതുകൊണ്ട് അവൾക്ക് തൊടാനും ഇതുണ്ട്. എന്നാലും അവൾ അതിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായി അതിനെ കയ്യിലെടുത്ത് പിടിച്ച് നിന്നപ്പോഴൊക്കെ. കുഞ്ഞോളങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നിന്ന് എല്ലാത്തിനും അമ്മച്ചിനെയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പപ്പ് പറിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് നമ്മൾ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തീയിലിങ്ങനെ കരിച്ച് ആ രോമങ്ങളൊക്കെ കളയും. അപ്പോൾ അമ്മച്ചിയും മേമയും എല്ലാവരും കൂടി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീയിൽ കരിച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ എടുത്ത്, കാരണം കരിയും അതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കോഴിനെ പൊളിച്ച് റെഡിയാക്കി. തന്നെ നമ്മളുടെ ഉരുളിയൊക്കെ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സംഭവം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും നിൽക്കാറുണ്ട്. അതിനിടയിൽ മേമ പീസാക്കി എടുത്ത് ചിക്കൻ. ചിക്കൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം വീട്ടിൽ നിന്ന്. അടുപ്പ് അവിടെ ഉണ്ടാവും, നമ്മളുടെ വിറക് ഉൾപ്പെടെ നമ്മളെല്ലാവരും കൊണ്ടുപോകും. അപ്പോൾ ഇത് എല്ലാവരും ചേർന്ന് നമ്മളിതെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞോൾക്ക് എല്ലാം അവൾക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ നമ്മളത് സൂക്ഷിക്കണമല്ലോ, കാരണം അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇടാനുള്ള പരിപാടിയിലാണ്. നമ്മളുടെ കുഞ്ഞോള് ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം കണ്ടപ്പോൾ. നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാളയിൽ ബ്രെഡിൽ ആണ് കൂടുതൽ എല്ലാവരും ബ്രെഡോ ചിലർ ചോറും വയ്ക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചോറും ബ്രെഡും ഒക്കെ ആയിട്ട് ചേർത്ത് എല്ലാവരും ഒരുമിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. അതാണ് നമ്മളുടെ അവിടുത്തെ നേർച്ച.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയി. പള്ളിമുറ്റത്ത് നല്ല തിരക്കായിരുന്നു. ഇത് ഞങ്ങളുടെ ആൻറ്റിയും അങ്കിളുമാണ്. അവർ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും രൂപമൊക്കെ മുത്തി പുണ്യാളുടെ അടുത്തുനിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.